അപ്പോസ്തലന്മാരുടെ കാലത്തും അവർ ജനങ്ങളോട് ദൈവാനുഭവത്തിൻ്റെ വഴികൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിലൊരു കാര്യം, ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പകർന്നു കിട്ടിയ വചനങ്ങളെയും ഞങ്ങളിൽ നിന്ന് നിങ്ങൾ കേട്ട വചനങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കണം. ഇപ്പം എല്ലാ കാലങ്ങളിലും ഇപ്പോൾ ഉടമ്പടി ധ്യാനത്തെ സംബന്ധിച്ചിടത്തോളം പ്യുവറായിട്ട് വചനാധിഷ്ഠിതമാണത്. പ്യുവർ വചനാധിഷ്ഠിതം എന്ന് പറയുമ്പോൾ വചനത്തിൽ വേരൂന്നി വളർന്നു വരാൻ വചനത്തോട് ആഭിമുഖ്യമുള്ള കുറേ അഭിഷേകമുള്ള ആൾക്കാരുണ്ട്. അവർക്ക് ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പിന്നെ കഥകളൊക്കെ കേട്ട് ചിരിച്ചും കോമഡി പറഞ്ഞുമൊക്കെ ഉള്ള പ്രസംഗങ്ങളുണ്ട്. അങ്ങനെ മാത്രം കേട്ട് വന്നിട്ടുള്ളവർക്ക് ഉടമ്പടി ധ്യാനം ചില സമയത്ത് ഉറങ്ങാൻ സാധ്യതയുണ്ട്. എൻ്റെ രീതി അതാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ മണിക്കൂറും ഭയങ്കര വിലപ്പെട്ടതാണ്. ദൈവം നമുക്ക് ഈ ഭൂമിയിൽ തരുന്ന ഓരോ മണിക്കൂറും, ആ മണിക്കൂറുകളൊക്കെ എന്തുമാത്രം ദൈവത്തെ അറിയാനും ദൈവത്തെ അനുഭവിക്കാൻ വേണ്ടിയുള്ള ഒരു ത്വര. വെദർ യു ഹാവ് ടേക്കൺ ദ കവനൻ്റ് ഓർ നോട്ട്, നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ടോ അല്ലയോ അല്ല പ്രശ്നം. ഉടമ്പടി എടുത്താലും ഇല്ലെങ്കിലും ദൈവത്തെ അറിയണമെന്ന്, ദൈവത്തിനെ അറിഞ്ഞ് ദൈവത്തിൻ്റെ കൂടെ ജീവിതയാത്ര നടത്തണം എന്നൊക്കെ നമുക്ക് ഒരു മനസ്സിലൊരു സ്നേഹം തോന്നണം. ഇപ്പം നമ്മൾ ചിലരൊക്കെ ചെയ്യണത് ദൈവത്തിനെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള തുടർച്ച അവരുദ്ദേശിക്കണില്ല. അവർക്കൊരു ഇഷ്യൂ ബേസ്ഡ് ആണ്. ഒരു ഇഷ്യൂ ഉണ്ടായി, ആ ഇഷ്യൂവിനെ നമുക്ക് തന്നെത്താൻ അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനൊരു സൂപ്പർ പവറിനെ കൂടി അവലംബിച്ച് ദൈവത്തിനെ ആ വിഷയം കൈകാര്യം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ദൈവത്തിനെ പതുക്കെ ന്യൂട്രലായിട്ട് മാറ്റും. അതാണ് നമുക്ക് സൗകര്യം. എന്നിട്ട് നമ്മൾ നമ്മളുടെ വഴികളിലൂടെ പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കളങ്കമായി പോകും. ദൈവമായിട്ടുള്ള റിലേഷൻസ് കളങ്കമാണ്. ഇപ്പം നിങ്ങളൊരു വിഷയമുണ്ടായി, ആ വിഷയത്തിന് നമ്മൾ എക്സ്ട്രാ എനർജി അതിൻ്റെ അകത്ത് ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ ദൈവത്തിനെ പ്രത്യേക വിഷയമായിട്ട് ദൈവമായിട്ട് ഇടപെട്ട് ദൈവത്തിൻ്റെ പേരിൽ കുറച്ച് നാൾ ദൈവമായിട്ട് അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് ദൈവമായിട്ടൊരു ധാരണയിലെത്തി അങ്ങനെ ജീവിച്ചു പോകും. നമ്മളെ ആ ഒരു ഡിഫിക്കൽട്ട് ടൈം, ആ പ്രയാസമായ സമയം കഴിയുമ്പോൾ നമ്മൾ ദൈവത്തെ ന്യൂട്രലൈസ് ചെയ്തിട്ട് നമ്മുടെ വഴിക്ക് പോകും. ഇതിൻ്റെ അകത്തൊരു കളങ്കമുണ്ട്. ശരിക്കും കളങ്കം. ഇങ്ങനെ കളങ്കിതരായി കഴിഞ്ഞാൽ ദൈവം നമ്മളുടെ എല്ലാ പ്രാർത്ഥനകളെയും കളങ്കമായിട്ട് കാണത്തുള്ളൂ. എന്തിനാണ് നമ്മൾ ഈ ഉടമ്പടി ധ്യാനം എപ്പോഴും കൂടണതിൻ്റെ കാരണം? ഞാൻ കുറേ ഉടമ്പടി ധ്യാനം കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ ഉടമ്പടി ധ്യാനവും പ്രത്യേകം ദൈവമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങളെയാണ് പറയണത്. വളരെ അപൂർവം ഒരിക്കലും അങ്ങനെ ഉടമ്പടി ധ്യാനം ഇപ്പോൾ 500 ഉടമ്പടി ധ്യാനം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് തമ്മിൽ ചില കാര്യങ്ങൾക്കൊക്കെ ഒരു ബന്ധമുണ്ടെന്നല്ലാതെ സെയിം ഒരിക്കലും വരത്തില്ല. അതിൻ്റെ കാരണം ഉടമ്പടി ഒരു നമ്മളിങ്ങനെ നോട്ട് നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്യണ ഒരു ധ്യാനമല്ല. അത് കുറേ ഇങ്ങനെ ജനങ്ങളിൽ ഓരോ ദിവസങ്ങളും ദൈവം ഇടപെടും. അപ്പം ഞാൻ നല്ലവണ്ണം നിരീക്ഷിക്കും. അത് ഓരോ മനുഷ്യരിൽ ദൈവം ഇടപെടുമ്പോൾ ഞാൻ വളരെ ശ്രദ്ധിക്കും അവരുടെ സാക്ഷ്യങ്ങൾ. ആ സാക്ഷ്യങ്ങൾ എങ്ങനെയാണ് ദൈവം ഇടപെട്ടതെന്ന് നോക്കും. എന്നിട്ട് പിന്നീട് എന്തുകൊണ്ടാണ് ആ വ്യക്തിയിൽ ദൈവം ഇടപെട്ടത്, എങ്ങനെയാണ് ദൈവം ഇടപെട്ടത്, എന്തുകൊണ്ട് ഇടപെട്ടു, ഇതെല്ലാം ഇങ്ങനെ നമ്മൾ നിരീക്ഷിക്കും.
അപ്പോൾ ഉടമ്പടിയുടെ ഏത് കണ്ടൻ്റാണ് അവിടെ ഹൈലൈറ്റ് ആയിരുന്നത് അത് നോക്കൂ. എന്നിട്ട് അടുത്ത ധ്യാനം വരുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ അത് പെടുത്തും. ഇന്ന കാര്യങ്ങൾ, ഇന്ന സാക്ഷ്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ ആഴ്ചയിൽ. അതിൽ ഇന്ന വിഷയങ്ങളാണ് ആ സാക്ഷ്യത്തിൽ സംഭവിച്ചത്. അത് അവർ ഇന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തപ്പോഴാണ് അവർക്ക് അങ്ങനെ ഒരു സൊല്യൂഷൻ കിട്ടിയത്. അത് നമുക്ക് അനുവർത്തിക്കുന്നത് നല്ലതാണ് എന്ന് ഞാൻ ധ്യാനത്തിൽ നിങ്ങളോട് പറയും. അങ്ങനെ ഇപ്പോൾ വളരെ റിച്ചായിരിക്കുകയാണ് ഈ ഉടമ്പടി ലിറ്ററേച്ചർ, ഭയങ്കര റിച്ചായി. അല്ല പിന്നെ 500 ധ്യാനം എന്ന് പറയുമ്പോൾ ഒരു 5 പുസ്തകങ്ങൾ എഴുതാണ്ട, 10 പുസ്തകം എഴുതാനുള്ള വിജ്ഞാനം, ഉടമ്പടി പ്രബുദ്ധത വരാനുള്ള ഓൾറെഡി മാറ്റർ ഡെലിവർ ആയിട്ടുണ്ട്. ഈ ആഴ്ചയിൽ നമ്മൾ കണ്ട ഒരു സാക്ഷ്യം എന്ന് പറയണത് ഒരു രാജേഷിൻ്റെ സാക്ഷ്യമാണ്. രാജേഷിൻ്റെ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത, കർത്താവിൻ്റെ ഒരു പ്രബോധനത്തിൽ ഈശോ ഒരിക്കൽ പറഞ്ഞ്, നിങ്ങളൊരു ഗോപുരം പണിയാനൊക്കെ ആഗ്രഹിക്കുകയാണെങ്കിൽ ആദ്യം അതിൻ്റെ അടങ്കലം സം ടോട്ടലായിട്ടുള്ളത് നിങ്ങൾ എത്ര രൂപ ചിലവ് വരും ടോട്ടല് അത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ അതുണ്ടോ എന്ന് പരിശോധിക്കണം. ഇല്ലേ എന്നുണ്ടെങ്കിൽ ആ വീട് പൂർത്തിയാക്കാൻ പറ്റാതെ വന്നാൽ നാട്ടുകാരെ നിങ്ങളെ കളിയാക്കും. അങ്ങനെ ഒരു വചനം ബൈബിളിലുണ്ട്. അത് ലൂക്കായുടെ സുവിശേഷമാണ് 14:28-29. ഒന്ന് വായിച്ചേ. ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ, ഗോപുരം പണിയാൻ ഒന്ന് പറഞ്ഞേ. ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന് അതിന്റെ ചിലവ് ആദ്യമേ തന്നെ കണക്ക് കൂട്ടി നോക്കാത്തവൻ നിങ്ങളിൽ ആരുണ്ട്? അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അടിത്തറ കെട്ടിക്കഴിഞ്ഞ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം അവനെ ആക്ഷേപിക്കും. ഉടമ്പടി എടുത്തവർക്ക് ഒരു ആക്ഷേപം സാധ്യമായിട്ടും ചിലർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാര്യം എന്തെങ്കിലും ഉടമ്പടി പൂർത്തിയാക്കാൻ പറ്റത്തില്ല. ചിലർക്ക് ഉടമ്പടി പൂർത്തിയാക്കാൻ പറ്റത്തില്ല. അവരെ ആദ്യത്തെ ആവേശത്തിന് കയറി കൊളുത്തിയതാണ്. പക്ഷെ അത് പൂർത്തിയാക്കാനുള്ള ആസ്തി അവിടെ കാണത്തില്ല. അത് പൂർത്തിയാക്കണമെങ്കിൽ ആസ്തി നമ്മൾക്ക് എന്തുമാത്രം ആസ്തി വേണമെന്നുള്ളതാണ് ഞാൻ ഇടയ്ക്ക് പറയണത്. ഈ രാജേഷിൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിൽ പറയുന്ന രീതിയിലൊന്നും രാജേഷിനെ കൊള്ളിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഈശോ എന്താ പറയണത്? നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ദൈവമായിട്ടായിരുന്നു ഒരു ബിൽഡപ്പ്, ദൈവമായിട്ടാണെങ്കിൽ ഒരു റിലേഷൻ ബിൽഡപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ആസ്തി ഉണ്ടോയെന്ന് ആദ്യം നോക്കണം. ഇല്ലെങ്കിൽ ആ പണിക്ക് അതാണ് അതിൻ്റെ അർത്ഥം അല്ലേ? നമുക്ക് ദൈവമായിട്ടൊരു റിലേഷൻ ബിൽഡപ്പ് ചെയ്യാൻ, ഒരു ബന്ധം ഉണ്ടാക്കാൻ തന്നെ നോക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ഭൗതികമായ സാഹചര്യം നമുക്കുണ്ടോ, അല്ലെങ്കിൽ ആധ്യാത്മിക സാഹചര്യം നമുക്കുണ്ടോ എന്ന് നമ്മൾ തന്നെ, ചിലർ ഇങ്ങനെ എടുത്താൽ പൂർത്തിയാക്കാൻ പറ്റുമോ, പത്രം കൊടുക്കാൻ പറ്റുമോ, എല്ലാപ്പോഴും ഇങ്ങനെ അനാഥാലയത്തിൽ പോയി ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ, ഇങ്ങനെ കുറേ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് നിങ്ങൾ തന്നെ കുറേ ദിവസം എന്നിട്ട് പറ്റുമെന്നൊക്കെ പറഞ്ഞ് അവസാനം പറ്റിച്ചാണ് ഇവിടെ വന്നിരിക്കണത് ഇല്ലേ? കുറേ കാര്യം അങ്ങോട്ടിട്ട് മനസ്സിലിട്ട് പേറ്റിയും ഒക്കെ എടുത്തിട്ട് അവസാനം ചെയ്യാം എന്നും പറഞ്ഞാണ് വന്നിരിക്കണത് നിങ്ങൾ. അപ്പം അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇപ്പോൾ ഈശോ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ആസ്തി ഇല്ലെങ്കിൽ ഇത് ചെയ്യരുതെന്നുള്ളതാണ് ഈശോയുടെ ഐഡിയ. ആസ്തി ഇല്ലെങ്കിൽ ഇപ്പോൾ ഈശോ ഈ പുനരുദ്ധാനത്തിൻ്റെ ആർഭാടങ്ങളെന്നും പറഞ്ഞൊരു സംഭവം, പുനരുദ്ധാനത്തിൻ്റെ ആർഭാടങ്ങൾ. പുനരുദ്ധാനം എന്ന് പറയുമ്പോൾ ഈശോ പുനരുദ്ധാനം ചെയ്ത് കഴിയുമ്പോൾ പണ്ട് എഴുതി വച്ചിരുന്നതൊക്കെ പല അളവ് പാത്രങ്ങളും കൊള്ളാതെ വരും. ഇപ്പം നമുക്ക് ഈ വീടുകളിൽ റേഷൻ കടയിൽ പോയിട്ട്, ഞാൻ പണ്ട് റേഷൻ കടയിൽ പോയിട്ടുള്ള ആളാണ്,
എത്രയോ വർഷം 5ാം ക്ലാസ് ഒരു 10ാം ക്ലാസ് ഒരു റേഷൻ കടയിൽ പോകും. ഈ റേഷൻ കടയിൽ പോയാൽ അമ്മച്ചിക്കൊരു പരിപാടിയുണ്ട്. അമ്മച്ചിക്കൊരു നാഴിയുണ്ട്. അന്നത്തെ നിക്കലിൻ്റെ തകരത്തിൻ്റെ ഒരു നാഴിയുണ്ട്. അവിടുന്ന് അരി വാങ്ങിച്ചുകൊണ്ട് വന്നാലും അമ്മച്ചി രണ്ടാമത് അളന്ന് നോക്കും. അത് അന്നത്തെ കാലത്തെ ആൾക്കാരുടെ രീതിയാണത്. ഇപ്പോഴും അങ്ങനൊന്നും ചെയ്യുമോയെന്ന് എനിക്കറിയത്തില്ല. അന്ന് ആൾക്കാർ കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചാലും വീട്ടിൽ കൊണ്ടുവന്നതെല്ലാം നോക്കും. ആ കത്തിന് സാധനം കിട്ടിയേ ഇല്ലെന്ന് നോക്കും. ഇതുപോലെ തന്നെ. പക്ഷേ ഇത് ഈശോയുടെ പുനരുത്ഥാനത്തിന് മുമ്പ് ഇങ്ങനെ അളന്നും തൂക്കിയൊക്കെയാണ് ഈ കാര്യങ്ങൾ. നമുക്ക് ദൈവത്തിൽ നിന്നൊക്കെ ഒരു അനുഗ്രഹം കിട്ടണത് ഇതുപോലെ ഉണ്ടാ. നിങ്ങൾ അളന്നാണ് കിട്ടണമെന്നാണ് ഈശോ പറയണത്. അളന്ന്. പുനരുദ്ധാനത്തിൻ്റെ ആർഭാടം എന്ന് പറയണത് അളക്കാതെ കിട്ടണതിന് നമുക്ക് അളക്കാൻ പറ്റത്തില്ല. കാര്യം ഓൾറെഡി ഈശോ എല്ലാത്തിനും പേയ്മെൻറ്റ് നടത്തി. എല്ലാ പാപങ്ങൾക്കും പരിഹാരം ചെയ്ത് കഴിഞ്ഞു. അതാണ് പുനരുദ്ധാനത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയണത്. ഓൾറെഡി മനുഷ്യരാശി ഈശോയുടെ കാലം വരെ ചെയ്തതും ഇനി ചെയ്യാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങൾക്കും ഈശോ തൻ്റെ ജീവിതം കൊണ്ടും സഹനം കൊണ്ടും കുരിശിലുള്ള മരണം കൊണ്ടും പാപത്തിൻ്റെ ശിക്ഷ സ്വയം നമുക്ക് വേണ്ടി ഏറ്റുവാങ്ങിച്ചിട്ട് അവൻ ദൈവമായിരുന്നിട്ട് പോലും ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ ദാസനായി തന്നെ താഴ്ത്തി. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കണത്? അതിനാൽ ഇങ്ങനെ താഴ്ത്തിയത് കൊണ്ടും ഈ സഹനം കൊണ്ടും ഈ മരണം കൊണ്ടും ഈ പാപത്തിൻ്റെ ശിക്ഷ സ്വയമായി ഏറ്റെടുപ്പ് കൊണ്ടും അതിനാൽ എന്ത് ചെയ്ത് ദൈവം അവനെ അത്യധികം ഉയർത്തി. പ്രൈസ് ദി ലോർഡ്. ഇനി എന്താ സംഭവം? ആ പുനരുത്ഥാനത്തിൻ്റെ ആർഭാടങ്ങളെന്ന് പറയണത് ദൈവം അവനെ അത്യധികം ഉയർത്തി. പിന്നെന്താണ്? എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം അവിടുത്തേക്ക് നൽകി. ഇനിയെല്ലാം മനുഷ്യൻ്റെ നിത്യരക്ഷ വരെ ഈ നാമത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഈ നാമത്തെ മനുഷ്യൻ സ്വീകരിക്കുന്നതും സ്വീകരിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതുകൊണ്ട് മനുഷ്യൻ സ്വീകരിച്ച് നിത്യരക്ഷ വരെ സ്വായത്തമാക്കാൻ വേണ്ടി അപ്പോസ്തലന്മാരോട് ഈശോ പറഞ്ഞു. എന്താ പറഞ്ഞത്? നമ്മുടെ മർക്കോസിൻ്റെ സുവിശേഷമില്ലേ, മർക്കോസ് 16:15 എടുത്ത് അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അടുത്ത വചനം എന്താണ്? വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. ഇവിടെ വരുന്നൊരു വിഷയം വെച്ചാൽ ഇനി ഈശോനെ സ്വീകരിക്കുന്നവർക്ക് ഭൗതിക അനുഗ്രഹങ്ങൾ മാത്രമല്ല ലഭിക്കുന്നത്, പിന്നെന്താണ്? നിത്യരക്ഷ വരെ മരിക്കാത്ത ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാനുള്ള കൃപാവര യുഗം ഈശോ അതിൻ്റെ ഒരു നമ്മുടെ അണക്കെട്ടിൻ്റെ ചീപ്പ് തുറക്കത്തില്ലേ, അപ്പോൾ വെള്ളച്ചാട്ടം ഉണ്ടാകുന്ന പോലെ കൃപയുടെ വലിയ വെള്ളച്ചാട്ടം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇനി അളക്കത്തില്ല. വെള്ളച്ചാട്ടത്തിനൊക്കെ എന്ത് നാഴി വെച്ചാൽ അളക്കണത്? അളക്കത്തില്ല. പുനരുദ്ധാനത്തിൻ്റെ ആർഭാടം എന്ന് പറഞ്ഞ അളവില്ലാത്ത കൃപയാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ദൈവത്തെ അളവില്ലാതെ സ്നേഹിക്കാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരമാണ്. ചില ആൾക്കാർക്കൊരു കുഴപ്പം എന്താ പറയാ, വളരാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഇവർ ഈ അളവിൻ്റെ ആൾക്കാരാണ്. എല്ലാം അളന്ന് ദൈവത്തിനും കൊടുക്കത്തുള്ളൂ. കണക്കപ്പള്ള ക്രിസ്ത്യാനി എന്ന് പറയും. അങ്ങനെ ഒരു കുടുംബക്കാരുണ്ട്. വിശ്വാസികളുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരു കുടുംബക്കാരുണ്ട്, കണക്കപ്പള്ള ക്രിസ്ത്യാനി എന്ന് പറയും. എന്താ വെച്ചാൽ ഇപ്പം നോൻപ് കാലം കഴിഞ്ഞല്ലേ, ഇപ്പം നമ്മൾ പള്ളിയിൽ പോയി, സന്ധ്യക്ക് വീട്ടിൽ കയറി വന്ന്, അപ്പോൾ അവരെന്താ പറയണ? ഇനി കുടുംബ പ്രാർത്ഥന ഇല്ലെങ്കിലും ആയി. എന്താ? പള്ളി കുരിശിൻ്റെ വഴി ഉണ്ടായിരുന്നു.
പള്ളി നടത്തിയ കുരിശിൻ്റെ വഴി കൂടിയ കാരണം കുടുംബ പ്രാർത്ഥന തട്ടിക്കഴിച്ചിരിക്കുകയാണ് എൻ്റെ അത് കണക്കപ്പള്ള ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. ശരിയാണ് ഈ സംഭവം. അപ്പോഴെന്താ വിഷയം എന്ന് പറയണത്, നീ വിശ്വാസം കൈമാറുന്നില്ല. അവിടെ രണ്ടെണ്ണം മകനും അപ്പനും കിടപ്പുണ്ടേ അവിടെ, അവരിനെ റീൽസും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നീ കുരിശിൻ്റെ വഴിയും കഴിഞ്ഞ് വരുമ്പോഴേ അവർക്ക് കുടുംബ പ്രാർത്ഥന കൂടാനുള്ള ഒരവസരം കൂടി ഈ കുരിശിൻ്റെ വഴി കൂട്ടിയ കണക്കപ്പള്ള ക്രിസ്ത്യാനി അതിൻ്റെ വാതിലടച്ച് കളയും. അപ്പം നിങ്ങൾ അളന്നാണ് ദൈവത്തിന് കൊടുക്കുന്നത്. അളന്ന് കൊടുക്കുന്ന ആളായിട്ട് ബ്രാൻഡ് ചെയ്യപ്പെട്ടാൽ ഈ വലയിലകപ്പെട്ട പാമ്പിനെ മൂർഖനാണെങ്കിലും അകപ്പെട്ടത് തന്നെയാണ്. അതാണ് വിഷയം. അതായത് നമ്മൾ ദൈവത്തിൻ്റെ, എൻ്റെ മക്കളെ ഞാൻ വളരെ വിനയത്തോടെ നിങ്ങളോട് സംസാരിക്കുകയാണ്, ദൈവത്തോട് ഒരിക്കലും അളക്കരുത്. ഇപ്പം ഞാൻ പള്ളി കുരിശിൻ്റെ വഴി നടത്തിയതല്ലേ, അപ്പോൾ ഇന്ന് കുടുംബ പ്രാർത്ഥന ഇപ്പം ഇതില്ല ചെല്ലിയില്ലെങ്കിലും കുഴപ്പമില്ല. കുരിശിൻ്റെ വഴിക്ക് കിട്ടിയ കൃപ കൊണ്ട് കുടുംബ പ്രാർത്ഥന തട്ടിക്കഴിക്കും. അപ്പോഴെന്താ സംഭവിച്ചിരിക്കണത്, വീട്ടിൽ അപ്പനുണ്ട്, മകനുണ്ട്, അവർക്ക് കൂടി കുടുംബ പ്രാർത്ഥന കൂടാനുള്ള അവസരത്തിൻ്റെ വാതിൽ നിൻ്റെ വിശുദ്ധി കൊണ്ട് നീ അടച്ചു വെച്ചിരിക്കുകയാണ്. ഇതാണ് കണക്കപ്പള്ള ക്രിസ്ത്യാനിയാണ്. ഇനി നീയാണ് ഇപ്പോൾ ദൈവദൃസന്നിധി വന്നിട്ട് എൻ്റെ കർത്താവേ മകൻ്റെ വിസ ഒന്ന് പുതുക്കി തന്നെയെന്ന് പറയുമ്പോൾ നിൻ്റെ പേര് എലിസബത്താണെന്ന് വിചാരിച്ചു. അപ്പം നിൻ്റെ പ്രശ്നം എന്താ വെച്ചിരിക്കണത്, വിസ മകന് പുതുക്കി തന്നില്ലെങ്കിൽ അവൻ നേരെ ഇങ്ങോട്ട് പോരും. 30 ലക്ഷം മുടക്കാണ് അവനെ വിട്ടിരിക്കുന്നത്. നമുക്കിതുവരെയൊക്കെ അവൻ പഠിച്ച് നടക്കുകയായിരുന്നു, അല്ലെങ്കിൽ അവൾ പഠിച്ച് നടക്കുകയായിരുന്നു, നമുക്കിതുവരെയൊക്കെ ഒന്നും ആ പൈസ അടക്കാൻ ഒത്തിയിട്ടില്ല. അതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ നമുക്ക് ഒരു സങ്കടപ്പെട്ട് കർത്താവിന് മുമ്പ് നമ്മൾ നിൽക്കുകയാണ്, കർത്താവേ വിസ പുതുക്കി തന്നെ എന്ന് പറയുമ്പോൾ കർത്താവ് പേര് വായിക്കുമ്പോൾ എലിസബത്ത്, കണക്കപ്പള്ള എലിസബത്ത്, കണക്കപ്പള്ള അതാണ് പ്രശ്നം. നിങ്ങൾ പറയണ കാര്യങ്ങൾ കർത്താവ് വായിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ പേരിൻ്റെ കൂടെ തന്നെ എലിസബത്തിൻ്റെ പേരിൻ്റെ കൂടെ തന്നെ എന്താ കണക്കപ്പിള്ള എന്ന് എഴുതിയിട്ടുണ്ടാവും. കണക്കപ്പിള്ള എലിസബത്ത് പോരെ, ഏത് കാലത്ത് ഗതി പിടിക്കാനാണ്? എൻ്റെ മക്കൾ ഇത് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ അടുത്ത് കണക്കൊക്കെ പറഞ്ഞാൽ ഈശോ ഒരു വാക്ക് പറഞ്ഞേ നമ്മൾ ചതിക്കുഴിയിലാക്കിയിരിക്കുകയാണ്. ഈശോയുടെ വാക്കിൻ്റെ അടുത്തെല്ലാം പരിശുദ്ധാത്മാവിന് താക്കോലില്ലെങ്കിൽ ഈ സംഭവം തുറന്ന് കിട്ടത്തില്ല. മലയാളം ബൈബിളല്ലേ, എനിക്ക് മലയാളം MA ആണെന്നൊരു കാര്യമില്ല. ഞാൻ മലയാളം MA ആണ്, ഇത് മലയാളം ബൈബിളല്ലേ, മലയാളം വായിച്ചാൽ മനസ്സിലാകാതെ. പക്ഷേ ഈ കർത്താവിനൊരു കുഴപ്പമുണ്ട്, ദൈവവചനത്തിനുള്ള കുഴപ്പമുള്ളത്, ദൈവവചനം പരിശുദ്ധാത്മാവാണ് എഴുതിയിരിക്കുന്നത്. ഈ അണ്ണന്മാർ അപ്പോസ്തലന്മാർക്ക് ചോക്ക് മാത്രമാണ്, അധ്യാപകൻ പരിശുദ്ധാത്മാവാണ്. ആ എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ തന്നെ റീഡ് ചെയ്യേണ്ടി വരും. ഇല്ലെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഈ താക്കോല് പരിശുദ്ധാത്മാവിൻ്റെ താക്കോലുണ്ടെങ്കിലാണ് ഇതിന് നമുക്ക് വായിച്ചാൽ മനസ്സിലാകും, അർത്ഥം മനസ്സിലാകത്തില്ല. ഇപ്പം ഞാനൊരു വാക്ക് നിങ്ങളോട് പറയട്ടെ, വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും, പക്ഷേ അർത്ഥം പെട്ടെന്ന് മനസ്സിലാകത്തില്ല. അതിന് പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണം. അതുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് എപ്പോഴും, ഇനിയിപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിന് ഒരുങ്ങുകയല്ലേ, 50-ാം തിരുനാളിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഭ ഒരുങ്ങുകയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അച്ഛൻ സംസാരിക്കാൻ തുടങ്ങിയിരിക്കണം. നിങ്ങളും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കിട്ടുന്ന ലിറ്ററേച്ചറുകൾ നോക്കുകയും പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യണം. കാര്യം വചനങ്ങളെല്ലാം ഈശോനെ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവിലാണ്, അല്ലാതെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഈശോനെ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവിലാണ്. പരിശുദ്ധാത്മാവിൽ വചനം മനസ്സിലാക്കുന്നതും ബൗദ്ധികമായ മനസ്സിലാക്കുന്നതും തമ്മിൽ സാങ്കേതികവും പ്രായോഗികവുമായ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം നമ്മൾ നോക്കിയേ, ലൂക്കായുടെ സുവിശേഷം ലൂക്ക 6:38 കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും. പറഞ്ഞേ, കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും. അമർത്തിക്കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഈ നമ്മളെ ഒത്തിരി മേഖലയിൽ നമ്മൾ സ്വസ്ത്രക്കാശ് എടുക്കുമ്പോൾ പറയണ സംഭവമാണിത്. ആൾക്കടയ്ക്ക് കാശ് കൂടുതൽ കിട്ടാൻ വേണ്ടി
നമുക്ക് കണ്ടിട്ടില്ലേ ചില സ്ഥലങ്ങളിൽ കൺവെൻഷൻ സെൻ്ററിൽ വരുമ്പോൾ ഈ വാക്കാണ് കർത്താവിൻ്റെ ഈ വാക്ക് എടുത്തിട്ട് ഇവർ പൈസ ആൾക്കാർക്ക് കൂടുതൽ കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ചില ആൾക്കാർ. ഇതാണ് പരിശുദ്ധാത്മാവിലല്ലാതെ ഇത് മാറ്റി ഇൻ്റർപ്രറ്റ് ചെയ്താൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങളിതാണ്. അത് അതിനൊക്കെ ഈ സ്വതക്കാർ ചെയ്തോടെ ഒരു ബന്ധമില്ല. എന്താ വിഷയം എന്ന് വെച്ചാൽ കൊടുക്കുവിൻ നിങ്ങൾക്കും ലഭിക്കും എന്ന് പറഞ്ഞേ, കൊടുക്കുവിൻ നിങ്ങൾക്കും ലഭിക്കും. അപ്പം അത് കറക്റ്റാണല്ല, അത് ഓക്കെ അല്ലേ? കൊടുക്കുവിൻ അർത്ഥവും മനസ്സിലായി അല്ലേ? ഇനി ഈശോ എന്താ പറയണത്? അമർത്തി കുലുക്കി നിറച്ച് അളന്ന് അവൻ നിൻ്റെ മടിയിലോട്ട് ചൊരിയും. അപ്പോഴെന്താണ് ഇപ്പോൾ വ്യാഖ്യാനിച്ച് വരുന്നത്? ഈ അണ്ണന്മാർ നമുക്ക് വ്യാഖ്യാനിച്ച് തരുന്നത് എന്താണ്? നമ്മൾ കൊടുത്താൽ മതി, കിട്ടാൻ പോകണം. നമ്മൾ 10 കൊടുത്താൽ 1000 കിട്ടുമെന്നേ പറയണതേ. നടക്കത്തില്ല ഈ സംഭവം, വർക്കൗട്ട് ചെയ്യത്തില്ല. ഈ ചില അണ്ണന്മാർ ബൈബിൾ വ്യാഖ്യാനിക്കുന്നത് എന്താണ്? കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. എങ്ങനെ? അമർത്തി കുലുക്കി നിറച്ച് അളന്ന് നിങ്ങളുടെ മടിയിലോട്ട് ചൊരിയും. അപ്പോഴെന്താ പറയണത്? നിങ്ങൾ സ്വസ്ത്രക്കാഴ്ചയുടെ പെട്ടി കാണുമ്പോൾ 10 രൂപ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ 1000 കിട്ടുമെന്നാണ് ഈ ചേച്ചി ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. എന്താ വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം അവസാനം ഈശോ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നിങ്ങൾ അളക്കുന്ന അളവുകോല് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അളന്ന് കിട്ടും. അപ്പോഴെന്താ സംഭവം? കൊടുക്കുന്ന ആ കൊടുക്കുന്ന അനുപാതം അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് അളന്ന് കിട്ടണമെന്നാണ് ഈ പറയണത്. നിങ്ങൾക്ക് ധാരാളമായിട്ട് അളന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധാരാളമായിട്ട് കൊടുക്കേണ്ടി വരുമെന്ന വിഷയം. അല്ല 10 രൂപ ഇട്ടിട്ട് 50 രൂപ അടിച്ചു മാറ്റാൻ കർത്താവ് ഷോടതിക്ക് വന്നതല്ല ഇവിടെ. മനസ്സിലായില്ലേ? നടക്കത്തില്ല. കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇതിനകത്ത് വരുന്നൊരു വിഷയം ഈ നിഷ്കളങ്കത വെച്ചാൽ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ചവിട്ടിപ്പിടുത്തം ഇല്ലാത്ത രീതിയിൽ കർത്താവുമായിട്ട് എല്ലാ ഡീലിങ്സും നിഷ്കളങ്കമായിരിക്കണം. ഉടമ്പടിയിൽ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് കത്താനുള്ള ഏറ്റവും വലിയ മാർഗം ഡീലിങ്സ് നിഷ്കളങ്കമാക്കിയാൽ മതി, കളങ്കരഹിതമാകണം. ഇപ്പം നിങ്ങളിങ്ങനെ ഒരു 3 തിരി കത്തിച്ചു അല്ലെങ്കിൽ 10 പത്രം കൊടുത്തു, അതുകൊണ്ട് എനിക്ക് മകൻ്റെ വിസ പുതുക്കി കിട്ടണമെന്നുള്ള ഒരു സൊല്യൂഷൻ ഫോർമുല ഉടമ്പടി ഇല്ല. ചിലർ അങ്ങനെയാണ് അത് ചെയ്യണത്. ഉടമ്പടി അങ്ങനെ ഒരു ഫോർമുല ഇല്ല. ഉടമ്പടിയിൽ ദൈവമായിട്ട് ഡീസൻറ്റ് ഡീൽ ചെയ്യാൻ പറ്റുന്ന ബിബ്ലിക്കൽ ഫോർമുലയാണ് ഉടമ്പടി. ആ ഉടമ്പടിയിലേക്ക് നിങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. ആ ദൈവമായിട്ടൊരു മനുഷ്യൻ്റെ ദൈവം ഡീലിന് ആഗ്രഹിക്കുന്ന ആളാണ്. ഡീൽ വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഒരാൾ പ്രാർത്ഥിക്കുക എന്നല്ല, മറിച്ച് ഉത്തരവാദിത്വമുള്ള ഒരു പരസ്പര ബന്ധം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, ഉത്തരവാദിത്വമുള്ള. അല്ലാതെ നമ്മൾ പ്രാർത്ഥിച്ചു, നമ്മളെന്തെങ്കിലും കിട്ടി, നമ്മൾ നമ്മുടെ വഴിക്ക് പോയി, ദൈവത്തിൻ്റെ വഴിക്ക് പോയി, അങ്ങനെ റിലേഷൻ ദൈവം ഉദ്ദേശിക്കണില്ല. മറിച്ച് ഒരു മാറ്റമില്ലാത്ത ഉടമ്പടി റിലേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ബ്രേക്കില്ല, ഗ്യാപ്പില്ല. അങ്ങനെ ബ്രേക്കിംഗ് ഗ്യാപ്പുമില്ല. ദൈവമായിട്ട് ഇടപെട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്കാണ് ഉടമ്പടി ഒരു അവസരമാകുന്നത്. അച്ഛൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ? ബ്രേക്കിംഗ് ഗ്യാപ്പുമില്ലാതെ ദൈവമായിട്ട്. ഇപ്പം ഞാനൊക്കെ പണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട്, കർത്താവേ എപ്പോഴും കർത്താവുമായിട്ട് ജീവിക്കും. ഇപ്പം നിങ്ങളുമൊക്കെ, എൻ്റെ കാര്യം പോട്ടെ, നിങ്ങളുമൊക്കെ ധ്യാനം കൂടി നല്ല അപേക്ഷിക്കാൻ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കത്തില്ലേ, ഓ ഇനി നരകം പിടിച്ച വീട്ടിൽ ചെന്നാൽ ഇതൊക്കെ പോകുമെന്ന്? ഇല്ല, അത് ശരിയാണ്. ആ പണ്ടാരം പിടിച്ച നാത്തൂനെ കാണുമ്പോൾ തന്നെ എൻ്റെ അഭിഷേകം മൊത്തം പോകുമെന്ന് പറയും. അങ്ങനെ പോണ അഭിഷേകമാണെങ്കിൽ അത് അഭിഷേകം അല്ലല്ലോ. അപ്പം നിങ്ങളും ആഗ്രഹിച്ചതിലുള്ളതാണ് ഇത്. പത്രോസിൻ്റെ കാലം മുതലുള്ള ഒരു ആധ്യാത്മികമായ അഭിനിവേശമാണ്. എന്താണ്? ഗുരു, നമ്മൾ ഇവിടെ ആയിരിക്കണത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് അങ്ങയ്ക്ക്, ഒന്ന് മോശയ്ക്ക്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മർക്കോസ് 9:5. മർക്കോസ് 9:5. അപ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഗുരു,
നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായിക്ക്. അപ്പം മനുഷ്യൻ്റെ ഒരു ദൈവത്തിനെ അടുത്ത് അനുഭവിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മനുഷ്യന് ഉണ്ടാകുന്ന ആദ്യത്തെ അഭിവാഞ്ചയാണ് എന്താണ്? ഞങ്ങൾ ഈ സ്ഥലം ഇനി വിട്ടുപോകാതിരുന്നെങ്കിൽ, എപ്പോഴും കർത്താവിൻ്റെ ഈ അനുഭവം നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ. ഇത് മനുഷ്യൻ്റെ അടിസ്ഥാന അഭിവാഞ്ചയാണ്. നിങ്ങൾക്കൊക്കെ ഇത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ദൈവമേ വിട്ടുപോകാതിരുന്നെങ്കിലെന്ന്, ഈ അരൂപി നഷ്ടപ്പെടാതിരുന്നെങ്കിൽ. എൻ്റെ മക്കളെ, ഞാനും ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കെല്ലാവർക്കും കൂടി ദൈവം തന്നിരിക്കുന്ന ഒരു ഉപാധിയാണ്. എന്താണ്? അതിനു വേണ്ടിയാണ് ഈ ഉടമ്പടിയുള്ളത്. ഉടമ്പടിയിലുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അകത്ത് വാഗ്ദാനമുണ്ട്. ഉടമ്പടിയിലായിരിക്കുന്ന വ്യക്തിയുടെ കൂടെ ദൈവം ഉണ്ടായിരിക്കും. എൻ്റെ മക്കളെ, നിങ്ങൾ ഉടമ്പടിയിലാകണമെന്നൊന്നുമില്ല. ആത്മാർത്ഥമായിട്ട് ഉടമ്പടി ചെയ്യണമെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ തന്നെ ദൈവം കൂടെ വരും. ഉടമ്പടിയുടെ ഒരു വിഷയം അതാ. നിങ്ങൾ ഉടമ്പടി ആകണമെന്നില്ല. നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടില്ലെന്ന് വിചാരിച്ചോ, പക്ഷേ എങ്ങനെയെങ്കിലും എൻ്റെ ദൈവമായിട്ട് എനിക്കൊന്ന് ജീവിക്കണം. അതിന് പറ്റിയ നടപടിയാണ് ഉടമ്പടി. അതുകൊണ്ട് ദൈവമേ, ഈ ഉടമ്പടി എന്നെ എടുക്കാനും അത് നന്നായി നടത്താനും എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ പോരായ്മകളെല്ലാം പരിഹരിക്കണമേ, എനിക്ക് ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയണമേ എന്നൊക്കെ ഒന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ തന്നെ ദൈവം കൂടെ വരും. അതെന്താ കാര്യം എന്നറിയാമോ? ഈ രാജേഷിൻ്റെ സാക്ഷ്യം കേട്ടാക്കും മനസ്സിലാവും. രാജേഷ് വൈഫ് ഉടമ്പടി എടുത്തതാണ്. അപ്പോൾ അവരുടെ പ്രശ്നമെന്ന് പറയണത് അവർ 0- ഈ ആൾക്കാർ. ഇയാൾ ഭയങ്കര കുടിയാണ്. സന്ധ്യ ആകുമ്പോൾ കുടിക്കാൻ ഫുള്ളൊക്കെ ഇടുക. പുള്ളി പറയുന്നുണ്ട്, ഒരു ഫുള്ളൊക്കെ എടുത്താൽ എനിക്ക് ഒന്നും ആകത്തില്ല, ഞാൻ പിന്നെയും കുടിച്ചുകൊണ്ടിരിക്കുമെന്ന്. വഴക്കും അടിയൊന്നുമില്ല, കുടി മാത്രമേ ഉള്ളൂ. വീട്ടുകാരെ ഉപദ്രവിക്കത്തൊന്നുമില്ല, വന്ന് മയങ്ങി അവിടെ ഇരിക്കുമെന്നേ ഉള്ളൂ. പിന്നെ ആളെ തളർന്ന് കിടന്ന് ഉറങ്ങുകയും ചെയ്യും. അതായത് ഒരു ഫുള്ളെന്ന് എത്തിയത് എനിക്കറിയാൻ പാടില്ല, എൻ്റെ കണക്ക്. പുള്ളി ഇവിടെ പറഞ്ഞതാ, അത്രയും കഴിച്ചാൽ അയാൾക്കൊന്നും ഏക്കത്തില്ലെന്നാണ് പറയണം. അപ്പോൾ അയാൾ ഒരു ദിവസം പറഞ്ഞ്, അപ്പോൾ കടപ്പടിയായി, വീട് വാടകയ്ക്ക് താമസിക്കുകയാണ്, 2 മക്കളും വെറുതെ തന്നെ, ജീവിതം തീർന്ന് ആരോഗ്യവും പോയ കണ്ടീഷനായി. അപ്പോൾ അയാളുടെ ഭാര്യ വന്ന് ഉടമ്പെടുത്തപ്പോൾ ഒരു ദിവസം ഞങ്ങൾക്കൊരു പേടിയത്, ഇടി ഞാനും ഉടമ്പെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം തന്നെ മകളും ഭാര്യയും കൂടി അയാളുടെ കഴുത്തേക്കാൽ കുത്തിപ്പിടിച്ച്. സ്നേഹത്തിലാണ്. എന്താ ചായ ഉടമ്പെടുക്കരുത്, വെറുതെ ഉടമ്പടി തന്നെ വഴിക്ക് പോട്ടെ. വെറുതെ ഉടമ്പടി എടുത്ത് നശിക്കേണ്ട കാര്യം നടക്കത്തില്ല. അതുകൊണ്ടാണ് നടക്കത്തില്ല. അവരെടുക്കാൻ സമ്മതിച്ചില്ല പുള്ളിക്കാരനെ. പക്ഷെ മനസ്സിൽ പറയുന്നുണ്ട്, എനിക്കിതിന്ന് രക്ഷപ്പെടണം, എനിക്കിതിരുന്ന് എൻ്റെ മക്കളും ഭാര്യയും എനിക്ക് നോക്കണം, എനിക്ക് രക്ഷപ്പെടണം, എൻ്റെ കടങ്ങളെ പരിഹരിക്കണം, സമാധാനമുള്ള വീട്ടിൽ ഞങ്ങൾക്ക് ജീവിക്കണമെന്ന് മനസ്സിൽ. പക്ഷേ രക്ഷയില്ല. എല്ലാ ദിവസവും കുടിയാ, വർഷങ്ങളായി കുടിയാ, തീർന്ന് കടവായി. അപ്പോൾ ഇയാൾ ഒരു ദിവസം ഈ ഭാര്യയുടെ കൂടെ വരും. അപ്പോൾ ഭാര്യയും മകളും ഞാനുണ്ട്, അച്ഛനോടം പിടിക്കതേട്ടാ, അച്ഛനോടം പിടിക്കരുതേട്ടാ. അങ്ങനെ ഇവിടെ വന്ന് ഇവരെടുപ്പിച്ചില്ല. ഈ കാര്യം എടുപ്പിച്ചാൽ പിന്നെ മാതാവിനെ പണി കിട്ടുമെന്നറിയാം. എടുപ്പിച്ചില്ല. ഇയാൾ ആ വട്ടക്കല്ല് അവിടെ കുത്തിയിരിക്കരുത്. കുറച്ച് ഞാൻ പുള്ളിയെ കാണാനില്ല. പുള്ളി പറഞ്ഞു, ഞാൻ അടുത്ത ബാറിൽ തിരക്കിപ്പോയി അവിടെ വെച്ച് കുടിച്ചെന്ന്. ഇവിടെ വന്നിട്ടേ മാതാവിൻ്റെ മുമ്പിൽ വന്നിട്ട് ഞങ്ങൾക്ക് പോലും ഇപ്പോൾ ഇവിടെ ഈ കൃപാസനം വന്നിട്ട് 10-26 കൊല്ലമായി ഇവിടെ. ഇതുവരെയൊക്കെ ഇവിടെ ബാർ എവിടെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. ആ ചേട്ടനും പിടി കിട്ടി ഇവിടെ വന്ന, ആ ചേട്ടനും പിടി കിട്ടി. അപ്പോൾ ചേട്ടൻ ഇവിടെ വന്നേച്ചും തിരിച്ച് ബാറിൽ പോയി കുടിച്ച് തിരിച്ച് വന്ന് വെളിവില്ല വന്ന് ആ ഭാര്യയും മക്കളും അനുഭവിക്കുന്ന സങ്കടം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അവരുടെ മനസ്സിന് ഇപ്പോഴും പതർച്ചൊന്നുമില്ല. പക്ഷേ ഈ മനുഷ്യൻ കളങ്കിതനല്ല. അയാൾക്ക് നിവർത്തിയില്ലാഞ്ഞിട്ട് അയാളുടെ അഡിക്റ്റായിപ്പോയി. ചെയ്യണ തെറ്റാണെന്നറിയാം. പക്ഷെ എന്നാലും ഈ മനുഷ്യൻ സങ്കടമുണ്ട് ഇങ്ങനെ ചെയ്തതിൽ. എന്നിട്ട് ഭാര്യയും വിളിച്ചുകൊണ്ട് വീട്ടിൽ പോയി അന്ന് രാത്രി ഒരു സംഭവം നടക്കും. മാതാവ് നേരിട്ട് ഈ അടുത്ത് ചെല്ലും.
എന്നിട്ട് 2 പ്രാവശ്യം ഇങ്ങനെ തോണ്ടിട്ട് പറഞ്ഞു, വന്ന് ഉടമ്പടി എടുത്തോളാൻ പറഞ്ഞു. അയാളുടെ കണ്ണ് നിറഞ്ഞു പോയി ശരിക്കും പറഞ്ഞാൽ. കാര്യം അയാളുടെ മാനസികാവസ്ഥ അറിയാവില്ല, ആത്മാർത്ഥമായിട്ട് ഇതിനെ ആഗ്രഹിച്ച ആളാണ്. പക്ഷെ പുള്ളിയുടെ ഒരു ഇത് ഈ കുടിക്കണ ഒരു നെർവസ് സിസ്റ്റം ആയതുകൊണ്ട് പുള്ളിക്ക് പറ്റണില്ല. അപ്പോൾ അമ്മ അതാ സത്യാവസ്ഥ. അപ്പം കളങ്കിതനല്ല ആൾ, കളങ്കമില്ല, നിവർത്തിയില്ലാതെ ഇങ്ങനെ അവസ്ഥ വന്നതാണ്. അപ്പോൾ അമ്മ അത് മനസ്സിലാക്കിയിട്ട് പോയി വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ നിന്ന്. ആ പിറ്റേ ദിവസം അയാൾ വന്ന് ഒറ്റയ്ക്ക് വന്ന് ഉടമ്പടി എടുത്ത്. അയാൾ പറയാണ്, അമ്മ എന്നെ വിളിച്ചു, എന്നിട്ട് ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ പിന്നെ 2 കൊല്ലമായിട്ട് ഇപ്പം അമ്മയുടെ കൂടെ മാത്രം ജീവിക്കുകയാണ്. ഇന്ന് വരെ ഞാൻ മദ്യപിച്ചിട്ടില്ല. നമ്മൾ ആ സാക്ഷ്യങ്ങളെ കേൾക്കുമ്പോഴേ ഒരു മനുഷ്യൻ എങ്ങനെയാണ്. അപ്പോൾ എൻ്റെ മക്കളെ, നമ്മളൊരു കളങ്കിതനല്ലെങ്കിൽ ഉടമ്പടി പെട്ടെന്ന് കത്തും. എന്താണ് ദൈവത്തിനൊരു പ്രശ്നം, ഈ കാഴ്ചയാണെങ്കിലും കളങ്കം ഉണ്ടെങ്കിൽ പണി അത് റിജക്റ്റാവും. ഇത് കായേൻ്റെ കാലം മുതൽ ഇങ്ങനെയാണ്. നമ്മളിപ്പോൾ നിങ്ങൾ ഉപവസിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, നിങ്ങൾ പത്രം കൊടുക്കുന്നുണ്ട്. ആരാണ് ഇതൊന്നും ചെയ്യാത്തത്? എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷേ എവിടെയൊക്കെ കളങ്കം കിടക്കുന്നുണ്ട്, അത് നോക്കണം ഏതാണെന്ന്. നിങ്ങളുടെ കളങ്കം കിടക്കുന്നുണ്ട്. കളങ്കം കിടന്ന് ഇപ്പം ഞാനൊരു വചനം വായിക്കാം നിങ്ങളോട്. 22:21 ലേവ്യ പുസ്തകം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ലേവ്യർ 22:21. ആരെങ്കിലും കർത്താവിന് നേർച്ചയും സ്വാഭീഷ്ട കാഴ്ചയും സമാധാന ബലിയായി അർപ്പിക്കുമ്പോൾ അത് സ്വീകാര്യമാകണമെങ്കിൽ കാലിക്കൂട്ടത്തിലോ ആട്ടിൻകൂട്ടത്തിലോ നിന്നെടുത്ത ഊനമറ്റ മൃഗത്തെ കാഴ്ചവെക്കണം. അതിന് ഒരു ന്യൂനതയും ഉണ്ടായിരിക്കരുത്. ഇത് ഒരു സ്റ്റാൻഡേർഡ് ഓഫ് റെഫറൻസ് ആണ്. ഉടമ്പടിയുടെ സ്റ്റാൻഡേർഡ് ഓഫ് റെഫറൻസ് ആണ്. നമ്മളെപ്പോഴും എൻ്റെ മക്കൾ എൻ്റെ പ്രാർത്ഥന കേൾക്കണില്ല, കർത്താവ് എൻ്റെ കാര്യങ്ങൾ താമസിപ്പിക്കുന്നുവെന്ന് അങ്ങോട്ട് എപ്പോഴും ദൈവത്തിനെ പ്രതിക്കൂട്ടിലാക്കുന്നതിന് പകരം നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യം ഊനമറ്റതാണെന്ന് നോക്കണം. അത് 22-21 വെച്ചാൽ നോക്കണത്. കളങ്കിതമാണോ എന്ന് നോക്കണം. കളങ്കിതമായ ഒരു കാര്യം ദൈവം സ്വീകരിക്കത്തില്ല. ഇപ്പോൾ വൈരാഗ്യം നിലനിൽക്കുന്നുണ്ടോ അത് നോക്കണം. നിങ്ങളുടെ ഉള്ളിൽ പക നിലനിൽക്കുന്നുണ്ടോ? അതുപോലെ തന്നെ നിങ്ങൾക്ക് കൊടുത്ത് വീട്ടാൻ ആസ്തി ഉണ്ടായിട്ടും നിങ്ങൾ കടം വാങ്ങിച്ചവർക്ക് കൊടുക്കാതെ നിങ്ങൾ വെച്ച് അനുഭവിക്കുന്നുണ്ടോ? ഇങ്ങനെ ഏതെല്ലാം മേഖലകളിൽ നിങ്ങളെ അരിച്ചു പെറുക്കി നോക്കുമ്പോഴും എൻ്റെ മക്കളുടെ ഉദ്ദേശം ദൈവസ്നേഹത്തിൽ വളരുകയെന്നായിരിക്കണം, അല്ല ഉടമ്പടി കാര്യം നിർവഹിക്കുകയെന്നായിരിക്കത്തില്ല. നിങ്ങളിപ്പോൾ ഊനമറ്റത് ആണെന്ന് വെച്ചാൽ അച്ഛൻ പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ പോയി നിങ്ങൾ ആത്മപരിശോധന നടത്തിയിട്ട് നിങ്ങൾ കറക്റ്റ് ചെയ്യും. പക്ഷേ കറക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ഇൻറ്റൻഷൻസ് ഉടമ്പടി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതായിരിക്കരുത്. മറിച്ച് എന്താണ്, എങ്ങനെയെങ്കിലും ദൈവവുമായിട്ട് ഈ പത്രോസ് പറഞ്ഞ പോലെ നമ്മളിവിടെ ആയിരിക്കണം, നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാൻ, 1 അങ്ങയ്ക്ക് 1 മോശയ്ക്ക്. ഈ അനുഭവവും ഈ അനുഗ്രഹം വിട്ടുപോകാൻ ഇടയാക്കരുത്. അതായിരിക്കണം നമ്മുടെ ദൈവത്തിനോടുള്ള ബന്ധം. ഇപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഉടമ്പടി 90 ദിവസമല്ലേ, അത് കഴിയുമ്പോൾ എന്തെങ്കിലും പിഴച്ചു പോയാലും കുഴപ്പമൊന്നുമില്ലല്ല. അപ്പം എങ്ങനെയെങ്കിലും വിട്ടുപോരാനാണ് ആഗ്രഹിക്കുന്നത്. ആൾക്കാർക്ക് വരുന്നൊരു അബദ്ധം അതാണ്. പക്ഷേ സത്യസന്ധമായ റിലേഷൻ ആണെങ്കിൽ പത്രോസ് പറഞ്ഞില്ലേ, ഞങ്ങളിവിടുന്ന് വിട്ടുപോകാതിരിക്കാൻ ഇടയാക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതാണ് വ്യത്യാസം. ആൾക്കാർ വിചാരിക്കണത് എന്താണ്, 90 ദിവസം കഴിഞ്ഞാൽ പിന്നെ 5:30 എഴുന്നേക്കേണ്ട കാര്യമില്ലല്ല, 6 എഴുന്നേറ്റാലും കുഴപ്പമില്ലല്ല, അങ്ങനെയാണ് ആൾക്കാർ ധരിക്കണത്. അപ്പോൾ എങ്ങനെയെങ്കിലും വിട്ടുപോരാൻ ഈ ഉടമ്പടി കാലം കഴിയുമ്പോൾ വിട്ടുപോരാനാണ് സാധാരണ ജഡികർ ആഗ്രഹിക്കുന്നത്. പക്ഷെ പത്രോസ് എന്താണ് ആഗ്രഹിക്കുന്നത്? ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്, ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, 1 അങ്ങയ്ക്ക്, 1 മോശയ്ക്ക്, 1 ഏലിയയ്ക്ക്. അപ്പോൾ ദൈവത്തിനെ കുറിച്ചാണ് പറയണതെല്ലാം.
തന്നെക്കുറിച്ചല്ല പറയണത്. അപ്പം അതുകൊണ്ട് തന്നെ ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഉടമ്പടി ബന്ധത്തിന്റെ ഭാഗമായി ദൈവസ്നേഹത്തിൽ നിറഞ്ഞു കവിഞ്ഞ് അങ്ങയെ വിട്ടുപോരാതിരിക്കാനുള്ള ആത്മബന്ധത്തിന്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ ദൈവസ്നേഹത്തിൽ ഈ വിഷയങ്ങളെല്ലാം ഊനമറ്റതെന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താ? ചട്ടും കൊങ്കണ്ണും മുടന്തും ഇല്ലാത്തതിനാണ്. അപ്പം ഊനമറ്റ ആടെന്ന് വെച്ചാൽ അർത്ഥം എന്താ? ചട്ടില്ലാത്തത്, മുടന്തില്ലാത്തത്, കൊങ്കണ്ണില്ലാത്തതൊക്കെയാണ് അർത്ഥം. അതുപോലെ തന്നെയാണ് നിഷ്കളങ്കം. കർത്താവ് ഈ ഉടമ്പടിയിൽ വരുന്ന ഏറ്റവും വലിയ വിഷയം നിഷ്കളങ്കതയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമായിട്ട് കണക്ക് പറഞ്ഞു, ഞാൻ 5 തിരി കത്തിച്ചു, എനിക്ക് വസ്തു വിറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കണക്കപ്പിള്ള ക്രിസ്ത്യാനിയില്ലേ, അത് കളങ്കിതയാണ്. ഈ 2026 അവളുടെ കാര്യം നടക്കത്തില്ല. എൻ്റെ കാര്യം അവൾ ക്രിസ്ത്യാനിയല്ല, കണക്കപ്പിള്ളയാണ്. കർത്താവുമായിട്ട് എല്ലാ ഡീലിങ്സിൻ്റെ അർത്ഥം നിഷ്കളങ്കത വേണം. ഇല്ലെങ്കിൽ നിങ്ങൾ നിഷ്കളങ്കതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ദൈവമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഞാൻ ദൈവമായിട്ട് കൂടുതൽ ദൈവസ്നേഹത്തിൻ്റെ സാക്ഷിയായി ജീവിക്കാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞ് ഞാൻ ഒരു കൈ ഉയർത്തി പറഞ്ഞാൽ ദൈവമായി ഉടമ്പടി ചെയ്തിരിക്കുന്നതിന്റെ ഉദ്ദേശം ദൈവവുമായി പുനരുദ്ധാനത്തിന്റെ സാക്ഷിയായി ജീവിക്കാൻ വേണ്ടിയാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സ്വഭാവം എന്ന് കണ്ടത് കളങ്കമില്ലാത്തൊരവസ്ഥയാണ്. പുള്ളി മാതാവെന്ന് വെച്ചാൽ പിന്നെ ആ ഉടമ്പടി എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പാകതയോടെയാണ്. കാര്യം പുള്ളിക്കാരൻ 4:30 മണിക്ക് എഴുന്നേൽക്കും. 4:30 മണിക്ക് എഴുന്നേറ്റിട്ട് അദ്ദേഹം ബൈബിൾ വായിക്കും. 5:30 മണിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്മുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കൂടിയ ശേഷം പുള്ളി വണ്ടിപ്പണിക്കാരനാണ്, ഡ്രൈവറാണ്, നല്ല ഡ്രൈവറാണ്. ഇപ്പോൾ വണ്ടി കഴുകണത് 5:30 മണിക്കുള്ള പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ്. പക്ഷേ 5:30 മണിക്കുള്ള പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഉടനെ വണ്ടി കഴുകത്തില്ല. അയാൾ പറയുന്നുണ്ട്, ഞാൻ എല്ലാവർക്കും ഈ പ്രാർത്ഥന ഷെയർ ചെയ്യുക, ലിങ്ക് കിട്ടുമ്പോൾ തന്നെ 5:30 തന്നെ 100 പേർക്ക് പുള്ളി ഷെയർ ചെയ്യും. അതാണ് വിഷയം എന്ന് പറയുന്നത്. ദൈവമേ എന്നും പറഞ്ഞ് അങ്ങനെ ജീവിക്കുകയാണ്. അതിൻ്റെ അകത്ത് കളങ്കമില്ല. 100 പേർക്ക് ഷെയർ ചെയ്തിട്ടാണ് ഈ വണ്ടി കഴുകാൻ പോണത്. ഇപ്പോൾ വണ്ടി ഇപ്പോൾ ഉള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി പഴയതായി. അപ്പോൾ അമ്മയോട് പറഞ്ഞു, എനിക്ക് വണ്ടി വേണമെന്ന് പറഞ്ഞു. വണ്ടി ഇല്ലാതെ ഇനി ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷേ വണ്ടി എന്ന് പറയുന്നത് വണ്ടിക്ക് 27 ലക്ഷം രൂപ ചിലവാകും. ഐക്രോസ് എന്ന് പറഞ്ഞ വണ്ടിയുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഉയർന്ന വണ്ടിയാണ് വന്നിരിക്കുന്നത്, ഹൈബ്രിഡ് എന്ത് വണ്ടി, അതിന് 27 ലക്ഷം രൂപ ചിലവാകും. ഇപ്പോൾ ബാങ്ക് ചെല്ലുമ്പോൾ ഉണ്ട്, ഇയാളുടെ ആസ്തി ഭദ്രതയെല്ലാം പരിശോധിച്ചിട്ട് ബാങ്കുകാരൻ പറഞ്ഞ് ലോൺ തരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഉടമ്പടി 4 പുതുക്കിയപ്പോൾ 4ാമത്തെ പുതുക്കത്തിൽ അമ്മയോട് പറഞ്ഞ് ലോണ് വേണം. ലോൺ അത്ര കാര്യം ഇങ്ങനെയുള്ള ആൾക്കാർ ഒത്തിരി കിടന്ന് കാറിക്കോയി പറയേണ്ട കാര്യമില്ല. അതെപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉണ്ടാകുന്ന വിഷയം, പ്രാർത്ഥന വെയിറ്റ് ഉണ്ടാകരുത്. ഈ സ്പോഞ്ച് എടുത്തിട്ട്, സ്പോഞ്ച് എന്ന് പറഞ്ഞ സാധനം ഒരു വെയിറ്റ് ഇല്ലാത്തതല്ലേ. പക്ഷേ അത് വെള്ളത്തിൽ മുക്കിക്കഴിയുമ്പോൾ ആ വെള്ളത്തിൻ്റെ വെയിറ്റ് ഉണ്ടാവും. പ്രാർത്ഥന ദൈവമായിട്ട് നല്ല ബന്ധമുള്ള ആൾക്കാരുടെ പ്രാർത്ഥനയ്ക്ക് വെയിറ്റ് കുറവായിരിക്കും. ഈ രാജേഷിൻ്റെ പ്രാർത്ഥനയ്ക്ക് വെയിറ്റ് കുറവാണ്. അതിനകത്ത് വേറെ ഒന്നും വെള്ളം കയറിയിട്ടൊന്നുമില്ല. കാര്യം അയാൾ കറക്റ്റായിട്ട് ഒന്നിനു വേണ്ടിയല്ലാതെ തന്നെ ദൈവത്തിന് വേണ്ടിയാണ് അയാൾ ഇതെല്ലാം ഉടമ്പടി ചെയ്യണത്. നമുക്കൊരു പ്രശ്നം വന്നിരിക്കുന്നത് ചിലർക്കെങ്കിലും അവർ ഓരോ വിഷയത്തിന് വേണ്ടിയാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അപ്പം അവരൊന്ന് റീതിങ്ക് ചെയ്യണം, നല്ലതാണ്. ഒന്നിനു വേണ്ടി നമ്മൾ ഉടമ്പടി ചെയ്യണത് എന്തിനാണ്? ദൈവത്തിന് വേണ്ടിയാണ്. ദൈവവുമായിട്ട് നമ്മൾ സാക്ഷിയായിട്ടും
ദൈവത്തിൻ്റെ മഹത്വത്തിനും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കാൻ ഇപ്പം നിങ്ങളോട് ആരെങ്കിലും ചോദിക്കണേ എന്തിനാണ് ഉടമ്പടി ചെയ്തത്? അതേ മകൾക്ക് അപ്പം 14 വയസ്സായില്ലേ, അതാണ് ഉടമ്പടി ചെയ്യേണ്ട കാര്യം. അതാണ് പ്രശ്നം. അതാണ് ഇതിന് വെയിറ്റ് വെച്ചിരിക്കണത്. പൊങ്ങാത്തതിൻ്റെ കാര്യം ഇതാണ്. ഇപ്പം നിങ്ങൾ പള്ളി ചെല്ലുമ്പോഴേക്കുമ്പോൾ ഇന്ന് ഇല്ലായിരുന്നല്ലേ, എവിടെ പോയിരുന്നു? കൃപാസനത്തിൽ പോയിരുന്നു. ഉടമ്പടി ചെയ്തല്ലേ. എന്തിനാണ് ഉടമ്പടി ചെയ്തേ? അതേ മകൾക്ക് 34 വയസ്സായില്ലേ, അപ്പം തീർന്നു. ഉടമ്പടിയുടെ കാര്യം പോയി. എന്താ അത് വെയിറ്റായി. നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയണത് ദൈവത്തിന് വേണ്ടി ജീവിക്കാനാണ് ഉടമ്പടി ചെയ്തതെന്ന് പറഞ്ഞ് ഞാൻ ഒരു കൈ ഉയർത്തി പറഞ്ഞു, ഞാൻ ഉടമ്പടി ചെയ്തത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വക്താവായി പ്രേക്ഷിതനായി ജീവിക്കാനാണ്. കർത്താവേ, എൻ്റെ ഉടമ്പടി ജീവിതത്തെ പരിശുദ്ധാത്മ നൽകി പരിപോഷിപ്പിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ, എൻ്റെ മക്കളെ, പരിശുദ്ധാത്മാവ് ഇപ്പോഴും നമുക്ക് നൽകുന്ന ഒരു നിർദ്ദേശം, നിങ്ങളൊരു തീരുമാനം എടുക്കണം. എന്താ എടുക്കണത്? ദൈവമായിട്ട് ജീവിക്കാൻ വേണ്ടി രാത്രിയും പകലും ദൈവത്തിൻ്റെ സ്നേഹത്തിലും ബോധത്തിലും ആ ഒരു ഓർമ്മയിലും ജീവിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ അന്തരംഗങ്ങളെ സമർപ്പിക്കണം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയോട് കൂടെ ജീവിക്കുവാൻ അങ്ങയുടെ ഓർമ്മയിൽ ജീവിക്കുവാൻ എൻ്റെ അന്തരംഗത്തെ എൻ്റെ ബോധതലത്തെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ ബോധതലങ്ങളെ അഭിഷേകം ചെയ്യണം. ഞാൻ നവീകരിക്കട്ടെ. ഞാൻ അങ്ങയുടെ നിഷ്കളങ്കമായ ദൈവ പൈതലായി രൂപാന്തരപ്പെടട്ടെ. ഞാൻ അങ്ങയുടെ നിഷ്കളങ്കമായ ദൈവ പൈതലായി രൂപാന്തരപ്പെടട്ടെ. രൂപാന്തരപ്പെടുത്തണമേ. ശ്രുതികട ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. ഞാൻ എപ്പോഴും എന്നിലൂടെ ഇപ്പോഴ് ഈശോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ കരുതുന്നത് നിങ്ങളുടെ ലെവൽ ഓഫ് ലവ് ഓഫ് ഗോഡ് ഉയർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ്. നിങ്ങളുടെ ദൈവസംഘത്തിൻ്റെ നിലവാരങ്ങൾ നിങ്ങളുടെ നിഷ്കളങ്കമായ പ്രവർത്തനങ്ങളിലൂടെ ഉയരുമെന്നാണ് ഈ രാജ്യത്തിൻ്റെ സാക്ഷ്യം നമ്മൾ പറയണത്. നിങ്ങളുടെ നിഷ്കളങ്കമായ കമ്മിറ്റ്മെൻറ്റിലൂടെ നിങ്ങളുടെ ദൈവസംഘത്തിൻ്റെ നിലവാരങ്ങൾ കൂടും. അങ്ങനെ കൂടിയാലുള്ള ഗുണം എന്താ? ഇപ്പോൾ ഈ രാജേഷിൻ്റെ കാര്യം തന്നെ എടുക്കുക. അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അയാൾ തമിഴ്നാട്ടിലാണ് വണ്ടി ഓടിച്ചു പോണത്. അപ്പോൾ തമിഴ്നാട്ടിൽ ട്രാവലേഴ്സിനെയും കൊണ്ട് പോകുമ്പോൾ അദ്ദേഹം ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് അവിടം വരെ കേൾക്കണത് എന്താണ്? സാക്ഷ്യങ്ങളാണ് കേൾക്കണത്. അതാണ് ഒരു വിഷയം. ഉടനെ എടുത്ത് 2 സിനിമാ പാട്ടെടുത്ത് ഇടത്തില്ല. ഇതൊരു ജീവിതശൈലിയാണ്. ഉടമ്പടി എന്ന് പറഞ്ഞൊരു ജീവിതശൈലിയാണ്. നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥനയൊക്കെ ഇടുമായിരിക്കും, തുടങ്ങുമ്പോൾ ഇടും, പിന്നെ സിനിമാ പാട്ടെടുത്ത് ഇടും. ജഡികരുടെ ഒരു പ്രശ്നം അതാ. നമ്മൾ ജഡികരാണ് ആത്മീയരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആത്മീയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഓക്കാനം വരും. അപ്പോൾ നമുക്കറിയാം ജഡികരാണെന്ന് നിങ്ങൾ ആത്മീയരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആത്മീയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഓക്കാനം വരും. അപ്പോൾ ആദ്യം നമ്മൾ കൊന്ത എടുത്തിട്ട് നമ്മളൊരു നല്ല വഴിക്ക് പോകല്ലേ എന്ന് കൊന്ത ഇട്ടേക്കാന്ന്. കൊന്ത ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്? പിന്നെ ഇടണത് പിന്നെ വല്ല വളിച്ച പൊളിച്ച സിനിമാപ്പാട്ട് വിടും. അപ്പോൾ നിങ്ങൾ ജഡികരാണ്. രാജേഷ് ജഡികനല്ല, ആത്മീയനാണ്. ഇപ്പം ബൈബിളിൽ എപ്പോഴും ഈ പൗലോസപ്പോസിൻ്റെ കാലം വരുമ്പോൾ ജനങ്ങളെ 2 തിരിക്കും, ജഡികരും ആത്മീയരും എന്ന്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 യേശുവേ നന്ദി മഹത്വം മഹത്വം കൈകൾ വീശിക്കൊണ്ടേ കൊറിന്തോസ് 2:14 ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവനത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. ഇതിൻ്റെ വിഷയം ഈ ആത്മീയ മനുഷ്യനിലേക്ക് ഒരു ഉടമ്പടി പുതുക്കുന്ന അനുസരിച്ച് നമ്മൾ ആത്മീയ മനുഷ്യരിലേക്ക് പതുക്കെ പതുക്കെ പരിവർത്തനം ചെയ്യുന്നതിന് വേണ്ടി ബോധപൂർവമായ ഒരു ശ്രമം, സഹകരണം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഇതുപോലെ പറഞ്ഞു കൊടുക്കാൻ ഇത് എന്തുകൊണ്ടാണ് രാജേഷ് ഈ പാതയിലൂടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു ഉടമ്പടി ധ്യാനം മുടക്കത്തില്ല. കേട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം പുള്ളി ദൈവസ്നേഹത്തോട് നടപ്പിലാക്കും. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ സാക്ഷ്യത്തിൽ ഒരു സംഭവം എന്ന് വെച്ചാൽ, ഞാൻ പോകുമ്പോൾ തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ കുറേ അമ്മച്ചിമാരെ കാണും, അമ്മമാരെ കാണും. അപ്പോൾ അവർക്ക് ഒരു പാവപ്പെട്ടവരുണ്ടാവും. അപ്പോൾ അവർക്കെല്ലാം ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും. പിന്നെ ഞാൻ തമിഴ്നാട്ടിൽ പോകുമ്പോൾ തമിഴ് പത്രമേ കൊടുക്കത്തുള്ളൂ. ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ആ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യുന്നത്, ഇപ്പം നമ്മൾ തമിഴ്നാട്ടിൽ പോകുമ്പോൾ ഒത്തിരി ആൾക്കാർ പ്രേക്ഷിത പ്രവർത്തനം തമിഴ് പത്രം മേടിച്ചാൽ പോണത്. ചില ആൾക്കാർ വാങ്ങിക്കത്തില്ല. ഇനി അവിടെ പോയി ഇനി അത് കൊടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ട് നാട്ടിൽ തന്നെ മലയാളം പത്രം മേടിച്ച് കൊടുക്കും. അവിടെ പോയി ഇനി അത് കൊടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? നാട്ടിൽ അതായത് നമ്മൾ ദൈവത്തോട് എങ്ങനെ നമുക്ക് ഒഴിഞ്ഞു മാറി നടക്കാൻ പറ്റും എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഓരോ കാര്യം കണക്ക് കൂട്ടി ചെയ്യണത്. ഇപ്പം കണക്ക് കൂട്ടി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ദൈവവും കണക്ക് കൂട്ടും. നമ്മൾ ദൈവത്തിൻ്റെ കാര്യത്തിൽ കണക്ക് കൂട്ടി. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ അളക്കുന്ന അളവുകോല് കൊണ്ട് തന്നെ. അതായത് എനിക്ക് എൻ്റെ ആഗ്രഹം എന്താ, നിങ്ങൾ രാജേഷിനെ പോലെ വെടിക്കെട്ട് സാക്ഷ്യം പറയണമെന്നല്ലേ? എന്താ പറയാൻ പറ്റണില്ല. കാര്യം നിങ്ങളുടെ അളവുകോല് നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് അളക്കണതല്ല, ദൈവത്തിന് അനുകൂലമാക്കി വെക്കണം. അത് നമ്മുടെ എല്ലാ അളവുകോലും നമുക്ക് അനുകൂലമായാണ് ഇരിക്കണത്. ഇപ്പോൾ നമുക്ക് സ്വസ്ഥവും സമാധാനവും സുരക്ഷിതവും നാട്ടുകാരുടെ തോന്നിവാസം കേൾക്കാതെ നമ്മുടെ ഒരു അളവുകോല് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉടമ്പടിക്ക്. അതാണ് നമ്മൾ ഉപയോഗിക്കണത്. അപ്പം അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അളവുകോല് ദൈവത്തിന് അനുകൂലമായിട്ട് വെക്കണം. എടുത്ത് അളന്നാൽ ദൈവത്തിനായിരിക്കണം കൂടുതൽ കിട്ടേണ്ടത്. ഇപ്പം ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഈ രാജേഷ് വന്ന് എന്നോട് പറഞ്ഞു, അച്ഛാ ലോണ് കിട്ടണില്ല കേട്ടോ അച്ഛാ എന്ന് പറഞ്ഞു. ലോണ് കിട്ടണില്ല. ഇയാൾ രാജേഷാണെന്നൊക്കെ സാക്ഷ്യം വരുമ്പോഴാണ് ഞാൻ കാണുന്നത്. എത്രയോ പേര് കണ്ട് പോകണമെന്ന്. അപ്പോൾ അങ്ങേര് പറഞ്ഞെന്നാ പറഞ്ഞത് എൻ്റെ അടുക്ക, അച്ഛാ ലോണ് കിട്ടണില്ല കേട്ടോ, 27 ലക്ഷം രൂപ ബാങ്ക് തരത്തില്ലേ. അപ്പോൾ ഇയാൾ പറയണത് എൻ്റെ അടുക്ക പറഞ്ഞെന്നാ പറയണത്, ലോണ് കിട്ടണില്ല എന്ന്. എന്നിട്ട് ഞാൻ ഇയാളെ തിരിച്ച് വന്ന് വെച്ചും ഇയാളോട് പറയും, ഇയാളുടെ ഈ ലോണ് കിട്ടാത്ത പേപ്പർ കൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്ത് കാര്യം പറഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ഇയാളോട് പറയും, അമ്മ 7-4 പറയുണ്ടെന്ന് പറയും. 7-4 എന്നാണ് അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ എത്രയോ പേരോട്, ഇപ്പോൾ ഒത്തിരി പേരുന്നാലും കുറച്ച് പേർക്കല്ലേ മെസ്സേജ് കിട്ടത്തുള്ളൂ. എന്നുവെച്ചാൽ മറ്റവരുടെ കാര്യം നടക്കണമെന്നല്ല, നടക്കും. സാക്ഷ്യം പറയുമ്പോൾ അറിയാൻ മനസ്സിലാവും, എല്ലാവരുടെ കാര്യവും നടക്കുന്നുണ്ട്. പക്ഷേ മെസ്സേജ് കുറച്ച് പേർക്ക് കിട്ടത്തുള്ളൂ. അവർക്ക് ആ മെസ്സേജ് അത്യാവശ്യമാണ്. അതെല്ലാം മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതി വരുമ്പോൾ അവർക്ക് മെസ്സേജ് 7-4. അപ്പോൾ അതെനിക്കറിയത്തില്ല. അച്ഛൻ 74 എന്ന് പറഞ്ഞു, 7-4 എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി മനസ്സിലാക്കിയത് ഞാൻ 74 എന്ന് പറഞ്ഞതാണ്.
പുള്ളിക്കും മനസ്സിലായില്ല 74 എന്താണെന്ന്. പക്ഷേ അദ്ദേഹം ഓഫീസിൽ ചെന്നപ്പോൾ വീണ്ടും ബാങ്ക് മാനേജർ പറഞ്ഞു നിങ്ങൾക്ക് ലോൺ തരാമെന്ന് പറഞ്ഞു 27 ലക്ഷത്തിൻ്റെ. പക്ഷെ ഒരു കാര്യമുണ്ട്, അതിന് 3/2 കിട്ടത്തുള്ളൂ, ബാക്കി കാശ് 7 ലക്ഷം രൂപ നിങ്ങൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞ് ഞാൻ എവിടെ പോകാനായി 7 ലക്ഷം രൂപ ഉണ്ടാക്കാൻ? അപ്പോൾ വേറെ ഒരുത്തൻ പുള്ളിയെ വിളിച്ചു. ഞാൻ പറഞ്ഞ് വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടല്ലേ? അപ്പോൾ ഫ്രണ്ട് വല്ല ആരുമല്ല, അതാണ് രസം. 5 ലക്ഷം രൂപ ഞാൻ തരാം, തിരിച്ചു കൊടുക്കണമെന്ന് പോലും പറയണില്ല. അയാൾ 5 ലക്ഷം കൊടുത്തു. പിന്നെ 2 ലക്ഷം ഇവിടുന്ന് ഒപ്പിച്ച് പുള്ളി വണ്ടി എടുക്കാൻ പോകുമ്പോൾ നോക്കുമ്പോൾ എന്താണ്, ആ 7/4 ഏപ്രിൽ മാസം 4-ാം മാസം, ഏപ്രിൽ മാസം 4-ാം മാസമല്ലേ, ഏപ്രിൽ 7-ാം തീയതി. അതാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ എന്താ വിഷയം എന്ന് പറയണത്, എല്ലാത്തിനും ഉത്തരവുണ്ട്. നമ്മുടെ കാലണയില്ല, നമ്മൾ തീർന്നെന്ന് പറഞ്ഞാലും ദൈവതിരുസന്നിധി ഉത്തരവുണ്ട് ഇതിനെല്ലാം, എല്ലാത്തിനും. ഇപ്പോൾ കണക്ക് പറഞ്ഞ് ഡേറ്റ് ഇട്ട് കൊടുക്കണം, വണ്ടി എടുക്കാൻ ഡേറ്റ് അമ്മ ഇവിടുന്ന് ഇട്ട് കൊടുക്കുകയാണ് 7/4. ബാങ്കിൽ ലോൺ പോലും ആയിട്ടില്ല. ലോണ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാശ് ഇവിടുന്ന് കിട്ടുമെന്ന് അറിയത്തില്ല. ഇതൊന്നുമില്ലെങ്കിൽ അമ്മ ഒരു ഡേറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എല്ലാം അമ്മ സെറ്റ് ചെയ്യണ കാണാം. കൂട്ടുകാർ പോലും അല്ലാത്ത ഒരുത്തം കയറുമ്പോഴും ഞാൻ 5 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. 5 ലക്ഷം രൂപ. അപ്പം അമ്മയുടെ കളറുള്ള അപ്പോൾ പറഞ്ഞത് ഞാൻ അമ്മയുടെ കളറുള്ള വണ്ടിയാണ് ബുക്ക് ചെയ്തിരിക്കണത്. അമ്മ പ്രത്യക്ഷപ്പെട്ട ആ സമയത്തിന് ഞാൻ എടുക്കത്തുള്ളത്. അപ്പം അത്രയും പ്രിസൈസാണ് അവരൊക്കെ. അമ്മ പ്രത്യക്ഷപ്പെട്ട 2:30-ക്കാണ് ഞാൻ വണ്ടി ഇറക്കത്തുള്ളൂ. അമ്മയുടെ കളറുള്ള സിൽവർ ഗ്രേ കളറാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇത്രയും ഒരു ആത്മബന്ധത്തിലാണ് ജീവിക്കുന്നത്. ഇത്രയും ആത്മബന്ധം വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോണും തരണില്ലെന്ന് പറഞ്ഞാലും, നമ്മളെ കണ്ട 27 ലക്ഷത്തിന് 27,000 രൂപ പോലും തരാൻ നിവൃത്തിയില്ലാത്തവരാണെന്ന് കണ്ടാലും, അമ്മ കുറിച്ചിട്ട് പോയാൽ അതെല്ലാം യുദ്ധകാലടിസ്ഥാനത്തിൽ നടക്കേണ്ട പോലെ നടക്കും, അല്ലെങ്കിൽ അമ്മ നടത്തിച്ചിരിക്കും. നമ്മുടെ മുമ്പിലുള്ള എന്താ വിഷയം? ഇയാളെപ്പോലെ കളങ്കമില്ലാതെ വേണം ദൈവമായിട്ട് ഡീല് ചെയ്യാൻ. ഇവിടെയാണ് ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. ആൾക്കാർക്കൊരു പ്രശ്നം വന്നിരിക്കുന്നത്, ആൾക്കാരുടെ ഡീലിങ്സിൽ കളങ്കമുണ്ട്. ഉടമ്പടി പുരോഗമിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കണതെന്ന്, പിന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് വേണം. കാര്യം ഉടമ്പടി വന്നിരിക്കുന്നത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിന് ദൈവം തന്ന നടപടിയാണ്. അപ്പോൾ ഉടമ്പടിയുടെ ഭാഗമാകുന്നവർ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാണ്. അപ്പം നിങ്ങളൊരു പത്രം കൊടുക്കുമ്പോഴും അതിന് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യങ്ങളാണ് കിടക്കുന്നത്. കൃപാസനം പത്രത്തെക്കുറിച്ച് എന്തെല്ലാം ആക്ഷേപങ്ങൾ ഉണ്ടായാലും ഞങ്ങൾ മൈൻഡ് ചെയ്യാത്തതിൻ്റെ കാരണം എന്താ? അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ട് മാത്രമേ ആവനാഴി കാര്യമാകത്തുള്ളൂ. എന്താ കാര്യം? അത് അമ്മയുടെ പ്രത്യക്ഷീകരണം ലോകം മുഴുവൻ എത്തിക്കാൻ വേണ്ടി. ഇപ്പം ഏറ്റവും അവസാനം 28ാമത്തെ പത്രം ഇറങ്ങിയിരിക്കുകയാണ്, കൊറിയൻ പത്രം. കൊറിയൻ ഭാഷയിൽ പത്രം ഇറങ്ങിയിട്ടുണ്ട്, കൃപാസനം പത്രം. അപ്പോൾ 28 ഭാഷയിലുണ്ട് കൃപാസനം പത്രം. എന്താ കാര്യം? ഇത്രയും പെട്ടെന്ന് ഈ അമ്മ ഇത് വളർത്തിക്കൊണ്ട് പോയി. ഇത് നമ്മൾ വല്ലതും അറിയുന്നുണ്ട്? കൊറിയയിൽ ജീവിക്കുന്ന മലയാളികൾ ആ ഭാഷ പഠിച്ചിട്ട് കൃപാസനം പത്രം കുത്തിയിരുന്ന് DTP ചെയ്തിട്ട് ഞങ്ങളെ കാണിക്കും. എന്നിട്ട് ഞങ്ങളുടെയൊക്കെ ആവശ്യമായ ഫോട്ടോ എടുത്തിട്ട് അവരവിടെ വെച്ച് വിതരണം ചെയ്യുകയും ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലേക്കും അമ്മയുടെ പ്രത്യക്ഷ സന്ദേശം കടന്നു പോവുകയാണ്. അപ്പം അത് പോകുമ്പോൾ അതിന് ഈ മലയാളികളെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. അതിൻ്റെ കാരണങ്ങൾ എനിക്ക് മനസ്സിലായിരിക്കണ ഈ ദൈവ തിരുസന്നിധിയിൽ പുലർത്തുന്ന ഒരു നിഷ്കളങ്കതയും ഉണ്ട്, പിന്നെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് ദൈവത്തോടുള്ള. നമ്മൾ ഇപ്പോൾ വൈദികനായാലും സിസ്റ്ററായാലും നമ്മൾ വിശ്വാസിയായാലും പരാജയപ്പെടുന്നത് ഈ പുനരുത്ഥാനത്തോടുള്ള ആഭിമുഖ്യത്തിലാണ് പരാജയപ്പെടുന്നത്. പലർക്കും പുനരുത്ഥാനം ഈ പള്ളികളിൽ പുകയെ വിട്ട് ധൂപം കാണിച്ച് ഈ ഒരു ഗുഹ പോലൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ഉണ്ണീശനെ ഉയർത്ത കർത്താവിനെ പൊക്കിക്കൊണ്ട് വന്നിട്ട് വെടിയും പുകയും കാണിക്കുന്ന സംഭവമാണ്. അതല്ല സംഭവം, അതൊക്കെ പടവാണ് ശരിക്കും.
പുനരുദ്ധാനം എന്താണ്? കൈമാറണം. കർത്താവ് ആദ്യം കണ്ടത് ആരെയാണ്? മേരി മാഗ്ഡലിനെ. അവൾ പറഞ്ഞ് കൈമാറാൻ പറഞ്ഞ്, നീ പോയി ശിഷ്യന്മാരെ അറിയിക്കാൻ പറഞ്ഞു, ഞാൻ മരണത്തെ പുനരുദ്ധരിച്ചിരിക്കുന്നു, ജീവനെ പുനരുദ്ധരിച്ചിരിക്കുന്നു എന്ന്. പിന്നെ കണ്ടത് ആരെയാ? ക്ലെയോഫാസിനെയും ശിഷ്യനെയും കൂടി കണ്ടു. അവനോടും പറഞ്ഞു, ഞാൻ ഇവിടെ ഉണ്ട്, പുനരുദ്ധാനം ചെയ്തിരിക്കുന്നു, നിങ്ങൾ പോയി ഈ വിശേഷം ശിഷ്യന്മാരോട് പറയാൻ പറഞ്ഞു. ഉടനെ ശിഷ്യന്മാരോട് ചെന്നിട്ട് ഇവർ പറഞ്ഞു വന്ന് അവർ വിശ്വസിച്ചില്ല. ഉടനെ 11 പേര് കൂടി ഇരിക്കുമ്പോൾ കർത്താവ് അവിടെ നടുക്ക് വന്നിട്ടും പറഞ്ഞു, നിങ്ങൾ ലോകം മുഴുവനും പോയി ഈ കണ്ട കാര്യം, ഞാൻ ജീവിച്ചിരിക്കുന്നു, മരണത്തെ പുനരുദ്ധരിച്ചിരിക്കുന്നു, ജീവനെ പുനരുദ്ധരിച്ചിരിക്കുന്നു, ഇനി മരണമില്ല, എത്ര സഹിച്ചാലും നമ്മൾ ജീവിക്കും, ജയിക്കും, അതിജീവിക്കുമെന്ന് നിങ്ങൾ ഈ പുനരുദ്ധാന സന്ദേശം കൈമാറാൻ പറഞ്ഞു, ലോകം മുഴുവനും കൂടി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉടമ്പടി സന്ദേശത്തിൽ കൈമാറുന്ന ഓരോ സന്ദേശവും പുനരുദ്ധാനത്തിൻ്റെ സന്ദേശമാണ്. നിങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ 2 കാര്യങ്ങൾ പ്രാർത്ഥിക്കണം. ഒന്ന്, കർത്താവേ, എന്നെ നിൻ്റെ പുനരുദ്ധാനത്തിന് സാക്ഷിയാക്കണമേ. ഒന്ന് പറഞ്ഞേ. രണ്ടാമത് നിങ്ങൾ പറയേണ്ടത്, കർത്താവ് എന്നെ അമ്മമാതാവിൻ്റെ കൃപാസനത്തിലെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ. ഒന്ന് പറഞ്ഞേ. കർത്താവേ, എന്നെ അമ്മ മാതാവിന്റെ കൃപാസനത്തിൽ നടന്ന പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയാക്കണമേ. അമ്മേ, എന്നെ പുനരുദ്ധാനത്തിന്റെ സാക്ഷിയാക്കണമേ. അമ്മേ, എന്നെ പുനരുദ്ധാനത്തിന്റെ സാക്ഷിയാക്കണമേ. അമ്മേ, കൃപാസനത്തിൽ നടന്ന അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയാക്കണമേ. അമ്മേ, കൃപാസനത്തിൽ നടന്ന അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയാക്കണമേ. നിങ്ങളെല്ലാം ഉടമ്പടി എടുത്തു, ഉടമ്പടിയിലാണെന്ന് ഇങ്ങനെ അഭിരമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ദൈവം പറയണത്, നിങ്ങൾ പലതും ഭാഗികമായ ഉടമ്പടിയിലാണ്, പൂർണ്ണമായ ഉടമ്പടിയിലല്ല. ഈ ധ്യാനം കേൾക്കുന്നവർ കൂടി നിങ്ങളെല്ലാവരും സത്യസന്ധമായി പൂർണ്ണമായ ഉടമ്പടിയിലേക്ക് വരണം. ഒരു കൈകർത്തിക്കൊണ്ട് കർത്താവേ, പൂർണ്ണമായി ഉടമ്പടിയിലേക്ക് വരാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥ, മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ
അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ വലിയ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെയും, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ വഴിയായിട്ടും അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിലൂടെയും എല്ലാം തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഓരോ മക്കളുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ ഞങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുടെ പ്രത്യേകമായ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ വലയുന്നവരെയും, ജോലി ഇല്ലാതെ വിഷമിക്കുന്നവരെയും, വിവാഹബന്ധം പിരിഞ്ഞു നിൽക്കുന്നവരെയും, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെയും, കുഞ്ഞുങ്ങൾ മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ശക്തി എല്ലാ മേഖലകളിലും ഈ ആരാധനയുടെ യോഗ്യതയാൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി മക്കളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളടിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ സന്തോഷത്തോടെ വേദന കൊണ്ട് ഉറങ്ങാൻ പറ്റാത്തവരുണ്ട്. നിങ്ങൾ അവരെ ഓർക്കണം. അവരിവിടെ ഉണ്ടെന്നല്ല എൻ്റെ അർത്ഥം. നിങ്ങളോട് അപലാതി പറഞ്ഞവരുണ്ടാകും. അവരെ നിങ്ങളിപ്പോഴും ഓർക്കണം.
ചില കാര്യങ്ങളൊക്കെ കർത്താവ് തന്നെ നേരിട്ട് അത് അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഉറങ്ങാനും മരുന്ന് വേദന മാറാനും ചില രോഗികൾക്ക് അവർ കഴിക്കുന്ന മരുന്നുകൾ പ്രയോജനകരമല്ല. മരുന്ന് കഴിച്ചിട്ടും അവിടെ വേദന മാറുന്നില്ല, ഉറങ്ങാൻ പറ്റണമില്ല. അങ്ങനെയുള്ളവരെ നിങ്ങൾ അനുകമ്പയോടുകൂടി കാണണം. നിങ്ങളാണ് ആ അവസ്ഥയിലെങ്കിൽ എന്ത് ചെയ്തേനം എന്ന് ഓർത്തിട്ട് അവരെ മനസ്സിലോർത്തുകൊണ്ട് അവർക്ക് ഉറങ്ങാനും വേദന മാറാനും രോഗം സുഖപ്പെടാനും അവരുടെ പേരും മുഖവും മനസ്സിലോർത്തുകൊണ്ട് കർത്താവിൻ്റെ നാമത്തെ കൈയുയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, എരുതി വീണാലും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അല്ലിട്ടത് അവർക്ക് വഴിയില്ല, വർഷങ്ങളായി വഴിയില്ല. അപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം അവർ ഒരു ആളെ കണ്ടുമുട്ടി, അവിടെ അയൽവാസിയെ. അവരുടനെ ഇങ്ങോട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വഴി ആയില്ലല്ലേ, നാളെ വഴി ഉണ്ടാക്കാമെന്നും പറഞ്ഞ് അയാളൊരു മതിൽ പൊളിച്ചു കൊടുത്ത്. എന്നൊക്കെ ഇത്രയും സ്പീഡാണ് ഈ വിഷയങ്ങളെല്ലാം. നമ്മുടെ രാജേഷിൻ്റെ കാര്യം തന്നെ ഓർത്ത രസമാണ്. രാജേഷ് ഒരിക്കൽ വൈഫിനെ വിളിച്ചു, എടി മുഹമ്മയിലൊരു വീടുണ്ടാകും, കർത്താവ് എന്നെ രാത്രി കാണിച്ചതാണ്, അത് തുറന്ന് നോക്കുമ്പോൾ അതൊരു മാതാവുണ്ട്, അത് നമുക്ക് വാടകയ്ക്ക് വേണ്ടി നീ മേടിക്കണമെന്ന്. അപ്പോൾ രാജേഷിൻ്റെ വൈഫ് പറഞ്ഞ്, അങ്ങനെ വെച്ച് പൂജിക്കുന്ന രൂപങ്ങളും കൊണ്ട് ആരെങ്കിലും ഇട്ടിട്ട് പോവുക, എനിക്ക് തോന്നുന്നില്ല അങ്ങനെ മാതാവിനെ വണങ്ങിക്കൊണ്ടിരുന്നവർ അതവിടെ വെച്ചിട്ട് പോകുമെന്ന്. അപ്പോൾ രാജേഷ് പറയും, നീ ചെന്ന് നോക്ക്, അമ്മ എന്നെ കാണിച്ചതാണ്, ഞാൻ ഇരിക്കുന്ന വീട് നിനക്ക് തരാമെന്ന്. അപ്പോൾ ആ ഒരു മുതലാളി ഇയാളെ കൊണ്ട്, ഈ സ്ത്രീയെ കൊണ്ടുപോയി ഒരു ഒഴിഞ്ഞ വീട് കാണിച്ചു കൊടുക്കും, ഇത് വാടകയ്ക്ക് തരാം എന്ന് പറയും. അപ്പോൾ അത് തുറന്ന് നോക്കുകയും തിരുഹൃദയത്തിൻ്റെ നമ്മുടെ മാതാവിൻ്റെയും ഈശോയുടെയും ഉണ്ണീശോയുടെയും ഔസേപ്പിതാവിൻ്റെയും രൂപം അതിൻ്റെ തിരിക്കാണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ. ചില കാര്യങ്ങൾ നിങ്ങളെ കുറച്ചുകൂടി നിഷ്കളങ്കമായി ദൈവത്തോട് ഒരു റിലേഷൻ സ്ഥാപിക്കണം. കാര്യം ദൈവം ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും ഒന്നുമില്ല, എല്ലാ കാര്യങ്ങളും ദൈവത്തിന് മറുപടികളുണ്ട്. പ്രാർത്ഥിക്കുക, കർത്താവേ, ജപ്തി നടപടി നേരിടുന്നവരെ ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്നു. സാമ്പത്തിക ക്ലേശങ്ങളാൽ ജീവിതം നരകിക്കുന്നവരെ പുതിയ പോംവഴിക്കായി ഇപ്പോൾ സമർപ്പിക്കുന്നു. കല്യാണം ഒത്തുവരാത്തവരെ, ജോലി ശരിയാകാത്തവരെ, കർത്താവേ, വീണ്ടും ഞങ്ങൾ അടുത്ത ഞായറാഴ്ച ഈ സന്നിധിയിൽ എത്തുന്നത് വരെ ഈ വിഷയത്തിനെല്ലാം പരിഹാരമുണ്ടാകാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈശോയുടെ നാമത്തിലെ തടസ്സങ്ങൾ വിട്ടുമാറാൻ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ വാഴ്ത്തുന്നു, നിനക്ക് നന്ദി പറയുന്നു. ജീവിതമാർഗമില്ലാത്തവരെ, ജീവിതമാർഗം മുട്ടിപ്പോയവരെ പുതിയ വരുമാന മാർഗം ഉണ്ടാകുന്നതിന് വേണ്ടി, പരീക്ഷ എഴുതി കഴിഞ്ഞ മക്കൾ, ഇൻ്റർവ്യൂ കഴിഞ്ഞ മക്കൾ, വിസ ഇൻ്റർവ്യൂ കഴിഞ്ഞ മക്കൾ, ജീവിക്കാനും പറ്റുന്ന ഉതകുന്ന ഒരു ജോലിക്ക് വേണ്ടി, ഉപരിപഠനത്തിന് വേണ്ടിയും അവരുദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ എത്തിച്ചേരുന്നതിന് വേണ്ടി, ആവശ്യമായ സ്കോർ ലഭിക്കുന്നതിന് വേണ്ടി കൈയുയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന, മഹത്വം, മഹത്വം. പിതാവേ നന്ദി, പിതാവേ മഹത്വം.
വീഴുന്നത് തീരില്ല എന്റെ യേശുവിൻ കരങ്ങളിലാ. മക്കളെ, മുമ്പിൽ നോക്കുമ്പോൾ ഒരു വഴിയുമില്ല. എല്ലാ വഴിയും അടഞ്ഞിരിക്കുന്നു, എല്ലാ വാതിലും അടഞ്ഞിരിക്കുന്നു. ആരോടും ചോദിക്കാനും പറയാനുമില്ല. നിൻ്റെ ദൈവം മാത്രം, നിൻ്റെ ദൈവം മാത്രമെന്ന് നീ കരുതുന്ന ദിവസമാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ മുമ്പിൽ 1000 വഴികൾ നിനക്ക് വേണ്ടി തുറക്കാൻ ദൈവം വാതിൽക്കൽ നിൽക്കുന്ന പോലെയാണ് ഈ സാക്ഷ്യങ്ങളെല്ലാം നമ്മളോട് പറയുന്നത്. മക്കളില്ലാത്തവർ, വീട് ഇല്ലാത്തവർ, കുടുംബ സമാധാനം ഇല്ലാത്തവർ, ഭാര്യാഭർത്തക്കന്മാരെ പിന്നിച്ചിരിക്കുന്നവർ, അകന്ന് കഴിയുന്നവർ, കോടതി കേസായിരിക്കുന്നവർ, കർത്താവിൻ്റെ നാമത്തിൽ ദൈവഹിത നിറവേറിക്കൊണ്ട് പുതിയ ജീവിതത്തിലേക്ക് വരുന്നതിന് വേണ്ടി സ്തുതിക്കട്ടെ. ഈ ആഴ്ചയിലെ വീട് എഗ്രിമെൻറ്റുകൾ, പ്രമാണങ്ങൾ, സ്ഥല കൈമാറ്റങ്ങൾ, കടപരിഹാരങ്ങൾ, സ്വസ്ഥവും സമാധാനവുമായ ജീവിതം വിഭാവന ചെയ്യുന്നവർ, പരമാസ്ഥിതി പോലെയുള്ള കയറിത്താമസം പോലെയുള്ള വലിയ കാര്യങ്ങൾ ദൈവനാമത്തിൽ ചെയ്യുന്നവർ, അവിടെ മംഗളകരമായ എല്ലാ കർമ്മങ്ങളിലും കാനായിലെ കല്യാണത്തിൽ എന്നതുപോലെ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം, ക്രിസ്തുവിൻ്റെ ശക്തിയെ, വീരശക്തിയെ അവിടെ പ്രസരിപ്പിക്കുന്നതിന് ഉതകുന്ന മാതാവിൻ്റെ സാന്നിധ്യത്തിനെ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. എല്ലാവരും മുട്ട നിൽക്കുക. സമാപന ആശീർവാദം. ശിരസ് നിർമ്മിച്ച് ദിവികാരുടെ നാഥന്റെ ആശീർവാദം സ്വീകരിക്കണം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. സ്നേഹമുള്ളവരെ, പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ സമയം നൽകുന്നത്. കൃപാസനത്തിൽ എല്ലാ ദിവസവും മരിയൻ ഉടമ്പടി എടുക്കാനും പുതുക്കാനുമുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ 10:30 ഇംഗ്ലീഷ് മരിയൻ ഉടമ്പടി ക്ലാസ്സും, ഉച്ചകഴിഞ്ഞ് 1:30 ഹിന്ദി മരിയൻ ഉടമ്പടി ക്ലാസ്സും, രണ്ടാം ചൊവ്വാഴ്ചകളിൽ തമിഴ് മരിയൻ ഉടമ്പടി ക്ലാസ്സും രാവിലെ 10 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കൃപാസനത്തിൽ സമർപ്പണ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന